എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യത്യസ്ത വിഷയമാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. CPM അല്ല, കോൺഗ്രസ് അല്ല, CPI അല്ല, മുസ്ലിം ലീഗ് അല്ല, കേരള കോൺഗ്രസ്. നമുക്കറിയാം, വളരും തോറും പിളരുന്ന പാർട്ടി. കേരള കോൺഗ്രസ് പിളർന്ന് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ടായി. നിരവധി കേരള കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അവർക്ക് MLA മാരുണ്ട്. ഒരു കാലഘട്ടത്തിൽ 20ഓളം MLA മാർ ഉണ്ടായിരുന്ന 20 പര MLA മാരുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇന്ന് ക്ഷയിച്ച് അവരുടെ എണ്ണം വളരെയധികം ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നിലവിൽ 2 പ്രധാന കേരള കോൺഗ്രസ്സുകാരാണ് ഉള്ളത്. ഒന്ന് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് മാണിയും, തൊടുപുഴയിൽ ഔസേപ്പച്ചൻ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ജോസഫും. പലപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കുള്ള സംശയമാണ്, ഇതിൽ ആരാണ് ശക്തർ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, കേരള കോൺഗ്രസ് മാണിയാണ് ശക്തർ. കാരണം അവർക്ക് നല്ല അടിത്തറയാണ്, അവരുടെ പുറകിൽ നല്ല അണികളുണ്ട്. അതായത് ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തമ്മിൽ ആടും ആനയുടെയും അന്തരമുണ്ട്. ഇത് തുല്യരല്ല. ഒരു ഭാഗം വളരെ വലുതും ഒരു ഭാഗം നന്നേ ചെറുതുമാണ്. നമുക്കറിയാം, KM മാണിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ് KM മാണിയുടെ കേരള കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കി. കോൺഗ്രസിന് 2 പ്രമുഖ വ്യക്തികളാണ്. ഒരു വ്യക്തി ഇന്ന് നിലവിലില്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ കോട്ടയത്തൂടെ കരഞ്ഞു മെഴുകി സഹതാപതരംഗവും സൃഷ്ടിച്ച് വീണ്ടും MLA മന്ത്രിയാകാൻ വേണ്ടി നടക്കുന്നുണ്ട്. അത്രയ്ക്കും സഹതാപതരംഗം അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്, അതിൽ വിജയിച്ചിട്ടുമുണ്ട്. രണ്ടാമതൊരു മുഖ്യമന്ത്രി കുപ്പായവും തയ്ച്ച് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നോക്കിയിരുന്നതാണ്. നടന്നില്ല, ഇത്തവണയും നടന്നില്ല. KM മാണിയുടെ ശാപമാണ്, ഒറ്റവാക്കി പറയാം. ഈ അടുത്ത കാലഘട്ടത്തിൽ കടുത്തുരുത്തിയിലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ മോനായി ശ്രീ ജോസ് കെ മാണിയെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, കടുത്തുരുത്തിയിൽ വന്ന് മത്സരിക്കുന്നുണ്ടോ? കേരളത്തിലെ പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള കോൺഗ്രസ് മാണിയുടെ ആസ്ഥാനം പാലായാണെങ്കിലും അവരുടെ ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് കിടക്കുന്ന കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. അവർക്ക് കോൺഗ്രസിനേക്കാളും വോട്ടുണ്ട്, CPM-നേക്കാളും വോട്ടുണ്ട്, ജോസഫ് ഗ്രൂപ്പിനേക്കാളും വോട്ടുണ്ട്. കാരണം അത്രയ്ക്കും അണികളുള്ള മണ്ഡലം കടുത്തുരുത്തിയാണ്. ഇവിടെ വന്ന് ജോസ് കെ മാണി മത്സരിച്ചാൽ കടുത്തുരുത്തി മോനായി തോറ്റുപോകും. അതാണ് സത്യം. ഇനി എന്തുകൊണ്ടാണ് കടുത്തുരുത്തിയിൽ ശ്രീ ജോസ് കെ മാണി മത്സരിക്കണമെന്ന് പറഞ്ഞത്? പാലായിൽ മത്സരിച്ച വോട്ട് കച്ചവടം നടത്തി നിങ്ങളെ തോൽപ്പിക്കും. കാരണം 2016 നിങ്ങളുടെ പിതാവ് മത്സരിച്ച കാലഘട്ടത്തിൽ BJPക്ക് 4 ലക്ഷത്തോളം വോട്ടുണ്ടായിരുന്നു. 2019 ആ വോട്ട് 18,000-ആയി. പിന്നീട് 2021 ജോസ് കെ മാണി മത്സരിച്ചപ്പോൾ ഈ വോട്ട് 10,000-ആയി. എവിടെ പോയി BJPയുടെ വോട്ടുകൾ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ശ്രീ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കരുത്, കടുത്തുരുത്തി മത്സരിക്കുക. വിജയം സുനിശ്ചിതമാണ്. പാല വേറെ ആർക്കെങ്കിലും കൊടുക്കുക. അടുത്തതായി നമുക്കറിയാം, ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷത്തു നിന്ന് പോന്ന് UDF-ൻ്റെ വാതിൽ മുട്ടി. ആദ്യം അവരാരും സ്വീകരിച്ചില്ല. അതിനുശേഷം KM മാണി പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ലയിപ്പിച്ചു. കുറേ നാൾ കൊണ്ടു നടന്നു. അപ്പോൾ തൊടുപുഴയിൽ ഔസേപ്പിനും കടുത്തുരുത്തിയിലെ മോനായിക്കും തിന്നട്ടെല്ലിൻ്റെ ഇടയിൽ കയറി കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, ഞങ്ങളാണ് ശക്തർ, ഞങ്ങളുടെ ശക്തി അവർക്കില്ല. അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറേ സീറ്റ് മേടിച്ചു, നിയമസഭയിൽ വരെ സീറ്റ് മേടിച്ചു. ആ സമയം കൊണ്ട് ജോസ് കെ മാണിയും കൂട്ടരും ഇടതുപക്ഷത്ത് വന്നു. അതിദയനീയമായി പല സീറ്റുകളിലും നേരിട്ട് മത്സരിച്ചപ്പോൾ പോലും ഇവർ തോറ്റുപോയി. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അണികളുടെ ആധിക്യമാണ്. കേരള കോൺഗ്രസ് മാണിയിലാണ് ഏറ്റവും കൂടുതൽ അണികൾ കേരള കോൺഗ്രസ് ജോസഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. ജോസഫ് ഗ്രൂപ്പിൽ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അതായത് ആടും ആനയും തമ്മിലുള്ള അന്തരമാണ് ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിലുള്ളത്. ഈ അന്തരം വെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണിയെ വെല്ലുവിളിക്കാൻ ചെന്നാൽ തീർച്ചയായിട്ടും അവർ അമ്പയെ പരാജയപ്പെടുകയും ചെയ്യത്തുള്ളൂ. കാരണം ഒരു കൂട്ടർക്ക് 2 സീറ്റും മറ്റു കൂട്ടർക്ക് 5 സീറ്റുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ അടിത്തറയാണ്. കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ മുതൽ ഇവർക്ക് ശക്തമായ അടിത്തറയുണ്ട്. ശ്രീ KM മാണിയെ വിശ്വസിച്ചിരുന്ന ഒരു വലിയ കൂട്ടം ഇന്നും നിലവിലുണ്ട്. ഈ വോട്ട് ബാങ്കിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കേസല്ല. അതുകൊണ്ട് UDF-ൽ നിന്ന് പുറത്തുപോയ ജോസ് കെ മാണിയും കൂട്ടരും എത്രയും പെട്ടെന്ന് UDF-ൽ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് UDF-ന് നല്ലത്.
അല്ലെങ്കിൽ ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ നിങ്ങൾക്ക് അമ്പേ പരാജയമുണ്ടാവും. ഇടതുപക്ഷത്ത് വന്ന കേരള കോൺഗ്രസ് മാണി അതിശക്തരായി മാറുകയാണ് ചെയ്തത്. കാരണം UDF-ൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു 25-30% അണികൾ കേരള കോൺഗ്രസ് മാണിയിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയി. കാരണം അവർക്ക് ഈ ഇടതുപക്ഷത്തോട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചേർന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതൊരു വലിയ നഷ്ടം തന്നെയാണ് കേരള കോൺഗ്രസ് മാണിക്കുണ്ടായത്. പക്ഷേ കേരള കോൺഗ്രസ് മാണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായിപ്പോയി. കാരണം അവരെ ബാക്ക് ചെയ്യുന്നത് CPM CPI ആണ്. കാരണം അവരുടെ വോട്ടും മാണി ഗ്രൂപ്പിൻ്റെ വോട്ടും വെച്ച് ഇവർക്ക് കോട്ടയം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ഒരുമാതിരിപ്പെട്ട സീറ്റുകൾ കൈവശം വെക്കാൻ സാധിച്ചു. ഇതുതന്നെയാണ് അവരുടെ വിജയവും. ഇനി അടുത്തതായി ജോസ് കെ മാണി രാജ്യസഭ MP ആണ്. അതിനു മുമ്പ് അദ്ദേഹം കോട്ടയം MP ആയിരുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം ഇദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, ഇദ്ദേഹം MP ആയിരുന്നപ്പോഴുള്ള എല്ലാ വിവരങ്ങളും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച ഒരു MP ആണ് ശ്രീ ജോസ് കെ മാണി. ഞാൻ അദ്ദേഹത്തെ വെള്ളപൂശാനോ അദ്ദേഹം നല്ലവനാണോ എന്ന് ചിത്രീകരിക്കാനോ ശ്രമിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കഞ്ഞി മേടിച്ച് കുടിക്കേണ്ട ഗതികേടില്ലല്ല ഞാൻ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പരിശോധിക്കാം. കേരളം കണ്ട ഏറ്റവും പ്രധാന 3 പദ്ധതികൾ: 1 IIIT രാമപുരം, 2 സയൻസ് സിറ്റി കുറവിലങ്ങാട് MC റോഡിനോട് അടുത്ത്, 3 കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കൊണ്ടുവന്നത് ശ്രീ ജോസ് കെ മാണിയാണ്. ഇത് യുവാക്കളെ ലക്ഷ്യം വെച്ച് അദ്ദേഹം കൊണ്ടുവന്ന വികസനങ്ങളാണ്. കൂടാതെ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം കോട്ടയം മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ അദ്ദേഹം നവീകരിക്കാൻ സാമ്പത്തികമായി കേന്ദ്രത്തിൽ നിന്നും സഹായം വാങ്ങിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു MP ഓരോ മണ്ഡലത്തിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊന്നും അറിയാതെയാണ് ഈ വ്യക്തിയെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പല വ്യക്തികളും തെറി പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തത്. അദ്ദേഹം തോറ്റ 2021 മുതൽ 2025 വരെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒന്ന് എടുത്തു നോക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരുള്ള, അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ടുണ്ട്. അത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങളിലൊപ്പം നിന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരുടെ കൂടെ നിന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള MLA-മാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പരിശ്രമം ഒന്നും തൊടുപുഴ അവസ്ഥയിപ്പോൾ കടച്ചുത്തീനെ മോഹൻലാൽ നടത്തിയിട്ടില്ല. ഇലക്ഷൻ്റെ തലേദിവസമാണ് അവർ സ്ഥാനാർത്ഥികളെ പോലും എവിടെന്നെങ്കിലും ചാക്കിട്ടുകൊണ്ട് വരുന്നത്. എന്നാൽ കോൺഗ്രസിൽ നിന്നാണ് കൂടുതലും ചാക്കിട്ടുകൊണ്ട് വരുന്നത്. മാണി ഗ്രൂപ്പിൽ നിന്ന് ചാക്കിടാൻ നോക്കിയിട്ട് സാധിച്ചിട്ടില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള ശക്തി. അതുകൊണ്ട് ഇനിയെങ്കിലും ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 2 രാഷ്ട്രീയ പാർട്ടികളിൽ കരുത്തർ അവർ തന്നെയാണ്. കാരണം അവരുടെ ജനപിന്തുണയാണ്. കാരണം അവരൊരു സമുദായത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അല്ലാതായി മാറിയിരിക്കുകയാണ്. കാരണം എല്ലാ വിഭാഗങ്ങളെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും മത്സരിക്കുന്നവർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അത് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടതാണ്. ഇനി UDF മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിലിരുന്ന ഒരു മരതകത്തെ എടുത്താണ് നിങ്ങൾ പുറത്താക്കിയത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെങ്കിലും നിങ്ങൾ ഇവരില്ലാതെ മത്സരിക്കാൻ ശ്രമിച്ചാൽ പല സീറ്റിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് M ഉള്ള പ്രദേശങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ശക്തി അതുപോലെയാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഇവർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒന്നുമല്ല. അതേസമയം മാണി ഗ്രൂപ്പ് അവരുടെ സംഘടനാ സംവിധാനം അത്രയ്ക്കും നല്ലതാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ അവർക്ക് ഏകദേശം ഒരു CPM-ൻ്റെ നേച്ചറാണ്. നല്ല സംഘടനാ പ്രവർത്തനമാണ് അവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അസറ്റ് ഒരിക്കലും കയ്യിൽ നിന്ന് പോകാൻ ഇടതുപക്ഷം സമ്മതിക്കത്തില്ല. അവർ എന്ത് വില കൊടുത്തും ഇവരെ പിടിച്ചു നിർത്തും. കാരണം പാലായിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലും ഇത്തവണ അവർ അകമഴിഞ്ഞ് സഹായിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്യും. കാരണം അവർക്ക് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് മലപ്പുറത്തും കോഴിക്കോടും മുസ്ലിം ലീഗ് ഉള്ള പോലെയാണ്. അതുകൊണ്ട് മധ്യ കേരളത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇവരെ കൂടുതൽ കരുത്തരാക്കും. നമുക്ക് കോട്ടയം ജില്ലയിലെ ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി തന്നെ നോക്കാം. ഇടതുപക്ഷം നിരവധി സീറ്റുകളാണ് ഇത്തവണ വിട്ടുകൊടുത്തേക്കുന്നത്. കാരണം അവർക്ക് മത്സരിച്ചിട്ട് കഴിഞ്ഞ തവണ ജയിക്കാൻ പറ്റാത്ത സീറ്റുകളെല്ലാം കേരള കോൺഗ്രസ് മാണിക്ക് 2 ലക്ഷത്തിൽ കൊടുത്തേക്കുകയാണ്, മത്സരിച്ച് ജയിച്ചോളാൻ പറഞ്ഞ്. കാരണം അത്രത്തോളം സപ്പോർട്ടാണ് CPM ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ
ഒന്നുകൂടെ പറയുകയാണ്, ഈ രണ്ട് പാർട്ടികളിൽ ശക്തർ കേരള കോൺഗ്രസ് മാണിയാണ്. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.